സാർ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ ഒരു നഗരം പിടിച്ചിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ പുതിയ വിവരങ്ങൾ? അതായത് ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനമാണ് ക്വറ്റ. ക്വറ്റയിൽ പാകിസ്ഥാൻ പട്ടാള മേധാവി, ഇപ്പോൾ പാകിസ്ഥാൻ ശരിക്കും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അയാളാണ്, അസിം മുനീർ. മറ്റേയാളൊക്കെ പാവയാണ്, പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അസിം മുനീർ അവിടെ ഒരു ക്വറ്റയിലൊരു യോഗത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കുറെ അകലെയുള്ള സുറാബ് എന്ന് പറഞ്ഞ നഗരം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചടക്കി നാണം കെടുത്തി ഈ അസിം മുനീറിനെ. കാരണം അസിം മുനീർ ഈ ക്വറ്റയിലെ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ ആണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പട്ടാളത്തിൻ്റെ തന്നെ കോളേജ്, പട്ടാളക്കാരെ പരിശീലിപ്പിക്കുന്ന കോളേജിൽ. അപ്പോൾ അവിടെ മുനീർ പറഞ്ഞു, കശ്മീർ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ ഇന്ത്യ ഹൈഡ്രോ ടെററിസം എന്ന് പറഞ്ഞാൽ ജലഭീകരത നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്നൊക്കെ അയാളുടെ തള്ളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അയാളാണല്ലോ അവിടുത്തെ ഈ മൊല്ലാക്ക പട്ടാള മേധാവി, മൊല്ലാക്ക ജനറൽ എന്ന് പറയുന്ന ആളാണ് അയാൾ. അപ്പോൾ ബലൂചിസ്ഥാൻ ഈ സുറാബ് എന്ന് പറഞ്ഞ നഗരം പിടിച്ചിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോൾ അവരുടെ കയ്യിലാണ്, ഗവൺമെൻറ് മന്ദിരങ്ങൾ അവരുടെ കയ്യിലാണ്, പോലീസ് സ്റ്റേഷനുകളും സർക്കാർ ഈ കെട്ടിടങ്ങളും ഒക്കെ അവർ തീ വയ്ക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ബലൂചിസ്ഥാൻ പോസ്റ്റ് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം ഈ വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തീയും പുകയും ഒക്കെ പലയിടത്ത് നമുക്ക് കാണാം. ബാങ്കുകൾ അവർ കൈവശപ്പെടുത്തി. ഒരു പോലീസ് സ്റ്റേഷനിൽ SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കൊന്നുകളഞ്ഞു. പിന്നെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റു പോലീസ് സ്റ്റേഷനുകളിലും നിന്നൊക്കെ ആയുധങ്ങൾ പിടിച്ചടക്കി. ബലൂജികളുടെ വക്താവ് ജയന്ത് ബലൂജിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, ക്വറ്റ കറാച്ചി ഹൈവേ അത് ഞങ്ങളുടെ കയ്യിലാണിപ്പോൾ. പിന്നെ സുറാബ് ഗദ്ദർ റോഡ് അവിടെ ഞങ്ങൾ പിടിച്ചടക്കി, ചെക്ക് പോയിന്റുകളൊക്കെ സ്ഥാപിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സുറാബ് ഗദ്ദർ റോഡ്, ക്വറ്റ കറാച്ചി പ്രധാനപ്പെട്ട ഹൈവേ അതും ഇവർ പിടിച്ചടക്കി. ഇത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. ധാരാളം പേരെ പിടിച്ചിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് ബന്ദികളാക്കിയിട്ടുണ്ട്, പോലീസുകാരെ ഒക്കെ ബന്ദികളാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ബലൂചിസ്ഥാനിൽ നമ്മൾ ഈ പഹൽഗാം ആക്രമണത്തിന് മറുപടി കൊടുത്തുകൊണ്ട് നമ്മൾ 4 ദിവസം യുദ്ധം നടത്തിയല്ലോ. ആ സമയത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനെതിരെ 71 ആക്രമണങ്ങൾ 51 കേന്ദ്രങ്ങളിൽ നടത്തിയിരുന്നു. അവരത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ധാതു സമ്പത്തുള്ള സ്ഥലമാണ്, അറിയാമല്ലോ. ഗ്യാസ്, കോപ്പർ, ചെമ്പ്, ഗോൾഡ്, സ്വർണം, പിന്നെ കൽക്കരി, യുറേനിയം, ലിത്യം ഒക്കെയുള്ള, ഇനി ഭാവിയിലെ എണ്ണ എന്ന് പറയുന്ന പല ധാതുക്കളും നിറയെ ഉള്ളൊരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. പഴയ സിന്ധ് നാഗരികതയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ. അപ്പോൾ ഈ സുറാബ് ജില്ല, ഇപ്പോൾ ഇവർ പിടിച്ചടക്കിയ സുറാബ് നഗരം, അത് ഒരു ജില്ലയായി നിലവിൽ വന്നത് 2017 നേരത്തെ ഇത് കലാത്ത് എന്ന് പറഞ്ഞ ജില്ലയായിരുന്നു. 1947 ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിക്കുമ്പോൾ കലാത്ത് എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു. ആ കലാത്താണ് പിന്നെ പാകിസ്ഥാൻ്റെ ഭാഗമായി പിടിച്ചടക്കുന്നത്. പിടിച്ചടക്കിയിട്ടാണ് കലാത്ത് വേണമെങ്കിൽ ഇന്ത്യയിൽ ചേരാനും തയ്യാറായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഇന്ത്യയല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിലനിൽക്കാൻ പ്രയാസമാണ്. അങ്ങനെ കലാത്തും അവർ പിടിച്ചടക്കുകയാണ് ചെയ്തത്. അപ്പോൾ കലാത്തിൽ നിന്നാണ് ഈ സുറാബ് ജില്ല ഉണ്ടാക്കിയെടുത്തത് 2017. ആപ്പിളും മുന്തിരിയും നന്നായി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ സുറാബ് നഗരം. ഇപ്പോൾ BLA പിടിച്ചിരിക്കുന്നത്. ക്വറ്റയിൽ നിന്ന് 212 കിലോമീറ്റർ അകലെയാണ് സുറാബ്. അപ്പോൾ തലസ്ഥാനത്ത് നിന്ന് വളരെ അകലെയുള്ളൊരു സ്ഥലമാണ് പിടിച്ചിരിക്കുന്നത്, എങ്കിലും അത് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലാണ്.
അപ്പം ഇനി പാകിസ്ഥാൻ പട്ടാളത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ കൂടെയാണല്ലോ, ഇന്ത്യയുടെ കൂടെ. അഫ്ഗാനിസ്ഥാൻ താവളമാക്കി തന്നെ പല ആളുകളും ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ അകത്ത് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലെ താവളങ്ങൾ ആക്രമിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ 2 മാസം മുമ്പ് കൊല്ലപ്പെട്ടിരുന്നു. അതൊരു വിഷയമായി തീരുകയും ചെയ്തിരുന്നു. അപ്പോൾ അഫ്ഗാൻ അതിർത്തിയിലാണ് ധാരാളം ഗോത്രങ്ങൾ ഈ സുറാബ് ജില്ലയിൽ ഉണ്ട്. റക്കി, മിർഹാനി, റൊദേനി, മുഹമ്മദ് അസി, ഹക്കൂനി, മുല്ലസായി, മർദൻ ഷാഹി, സെഹ്രി തുടങ്ങി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിലും ധാരാളം ജാതികളുണ്ട്. അല്ലാതെ ഹിന്ദുക്കൾക്കിടയിൽ ധാരാളം ജാതി ഉണ്ട്, അത് നമുക്ക് മുതലെടുക്കാം എന്നൊക്കെ ഈ വേടനെ പോലുള്ള ആളുകളൊക്കെ വെച്ചിട്ട് ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കാറുണ്ട്. ഹിന്ദുക്കളിൽ നിന്ന് പിന്നാക്ക സമുദായങ്ങളെയൊക്കെ വിടർത്തി മാറ്റി ഇവരെയൊക്കെ ഇസ്ലാമിൽ ചേർക്കാം എന്നൊരു പൂതി പല ഇസ്ലാമിസ്റ്റുകൾക്കും ജിഹാദികൾക്കും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് അവർ ജാതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാതി ഇപ്പൊ ചങ്ങനാശ്ശേരിയിലെ ഒസാൻ, ഈ ബാർബറ മുസ്ലിങ്ങൾക്കിടയിൽ. അതുപോലെ തന്നെ ഈ പാണക്കാടുള്ളത് കൂടിയ മുസ്ലിം എന്ന രീതിയിൽ റാവുത്തർമാര് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ധാരാളം ജാതികൾ. അടുത്ത കാലത്ത് ചങ്ങനാശ്ശേരിയിൽ ഒരു ഒസാനെ അവര് ഉരുവലക്കുകയും ഒക്കെ എന്ന് പറഞ്ഞാല് പിന്നാക്കക്കാരെ അവര് സവർണ മുസ്ലിങ്ങൾ പരിഗണിക്കില്ല. അത് മാത്രമല്ല ഈ പാകിസ്ഥാൻ മുസ്ലിംസ് ഇന്ത്യൻ മുസ്ലിംസിനെ വേറൊരു തരത്തിലാണ് കാണുന്നത്, പിന്നാക്കമായിട്ടാണ് കാണുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ 1900 ഞാൻ അടുത്ത കാലത്ത് ഈ സിന്ധ് പറ്റിയൊരു പുസ്തകം വായിച്ചു. അപ്പോൾ 1947 വിഭജിച്ച് ജിന്ന അവിടെ എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറേ ആളുകൾ ഇന്ത്യയുടെ ഭാഗമായിരുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ പലായനം ചെയ്യാൻ തുടങ്ങി. പലായനം ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കക്കൂസ് വൃത്തിയാക്കുക, കാന വൃത്തിയാക്കുക, മലിനജലം കളയുക, ഇങ്ങനെയൊക്കെ ചെയ്യാതെ ഈ കറാച്ചിയും, അന്നത്തെ തലസ്ഥാനം കറാച്ചിയാണ്, ഇസ്ലാമാബാദൊന്നും ഉണ്ടായിട്ടില്ല, കറാച്ചിയും ലാഹോറും ഒക്കെ ഭയങ്കര മലിനമായിട്ട് നാറാൻ തുടങ്ങി. അപ്പോൾ ജിന്ന ഇന്ത്യക്കെതിരെ സംസാരിച്ച് ഇവരൊക്കെ പുറത്താക്കിയതാണല്ലോ. പിന്നെ ജിന്നയുടെ അടുത്ത പ്രസ്താവന വന്നു, ഇവരെല്ലാം തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ആ ഇന്ത്യക്കാരായിരുന്ന മുസ്ലിങ്ങളെ തന്നെ പിന്നോക്കമായിട്ടാണ് കരുതിയിരുന്നത്. അവർ മീനിയൽ ജോബ്സാണ് നടത്തിക്കൊണ്ടിരുന്നത്. കക്കൂസ് വൃത്തിയാക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പാകിസ്ഥാനി മുസ്ലിങ്ങൾ അവർ സ്വയം ബ്രാഹ്മണരായിട്ട് അവർക്കിപ്പോൾ കശ്മീരിലെ പണ്ഡിറ്റുകളുമായിട്ട് വിവാഹ ബന്ധം വേണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളുകളാണ് ഈ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ. ഞങ്ങൾ കൂടിയ ഇനമാണ്. അപ്പൊ അങ്ങനത്തെ ധാരാളം ഗോത്രങ്ങള് ഉള്ള സ്ഥലമാണ് ഈ സുറാബ് എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഇങ്ങനെ പല നഗരങ്ങളും ഇപ്പോ ഇവരുടെ കൈവശമാണ്. ഇപ്പോ മുനീർ അവിടെ ചെന്നിരിക്കുമ്പോ തന്നെ നമ്മുടെ പഹൽഗാമിന് ശേഷമുള്ള യുദ്ധകാലത്ത് നന്നായിട്ട് പയറ്റി. കുറെ വിമാനങ്ങളൊക്കെ തകരാതിരിക്കാൻ വേണ്ടി ബലൂചിസ്ഥാനിലെ താവളങ്ങളിൽ കൊണ്ടുപോയി പാകിസ്ഥാൻ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് വാർത്തകളും ഉണ്ടായിരുന്നു. ബലൂചിസ്ഥാനിലാണെങ്കിൽ ഇപ്പോൾ ചൈന കയറിപ്പണിയുന്നൊരു സ്ഥലമാണ്, പാകിസ്ഥാന് കാര്യമായി പോകാൻ പറ്റാത്തതാണ്. ഗ്വാദാർ എന്ന് പറഞ്ഞ തുറമുഖം പാകിസ്ഥാൻ ആണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്വാദാർ തുറമുഖമായിട്ട് പണി നടക്കുന്ന ചൈനീസ് എഞ്ചിനീയർമാരെയൊക്കെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊന്നിട്ടുണ്ട്. ഗ്വാദറിൽ അടുത്ത കാലത്ത് ഒരു വിമാനത്താവളം പണിതു ചൈന യാത്ര അവിടെ. പക്ഷെ ഇപ്പോൾ വിമാനങ്ങളും ഇല്ല, യാത്രക്കാരും ഇല്ല. കാരണം അങ്ങനെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ ചൈനക്കിട്ട് പണിതുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.